once again welcome back all guys. ഇപ്പൊ നമ്മൾ ഇന്ന് മോസ്റ്റ് ആയിട്ട് നമ്മൾ ചൂതുപാറ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് മാനികാവമ്പലത്തിൽ പോകുന്ന വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വഴിക്കാണ്, ഈ റൂട്ടിലാണ്. അത് തന്നെ യെസ്, നമ്മള് അധികം ഓട്ടോയ്ക്കാണ് ഈ ഒരു റൂട്ടില് അമ്പലത്തിലേക്ക് പോകുന്നത്. ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ ചൂതുപാറ വരെ എത്താനുള്ളത്. ആ വഴി കൂടിയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പൊ നമ്മുടെ ചിക്കൻ സ്റ്റാൾ നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ, കോളേരി. അപ്പൊ അവിടെ ആ വരുന്ന റൂട്ടില്, ആ വഴിക്കാണ് നമ്മളിപ്പോ ഉള്ളത്. അതെ, അപ്പൊ നമുക്ക് ആ വഴി എന്ത് ചെയ്യാന്ന് ചൂതുപാറ എന്ന പ്ലേസിൽ പോവാം. കൊറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട്. യെസ്, അതുപോലെ ചൂതുപാറ എന്ന് പറഞ്ഞ പ്ലേസില് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ പഞ്ചപാണ്ഡവന്മാര് ചൂത് കളിച്ച പ്ലേസ് ആണെന്നും കൂടി നമ്മുടെ ചൂതുപാറയ്ക്ക് പറയുന്നുണ്ട്, പേര് വരാൻ കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് ആയിട്ട് നമ്മുടെ ചൂതുപാറ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് പോവാം അല്ലേ? ലെറ്റ്സ് ഗോ ഗായ്സ്. ഇപ്പം നമ്മൾ ഓൺ ദ വേയിൽ നടക്കുകയാണ്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങിയ സമയത്ത് നന്നായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും മഴയില്ല, ചെറുതായിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ കുട ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പറഞ്ഞില്ല അതിനു മുമ്പ് മോസ്റ്റായി നമ്മുടെ വെയിലെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പോവാം. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് വലിയൊരു ടവറെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി ആദ്യമൊക്കെ ചീത്ത വഴിയായിരുന്നു. മീൻസ് നമ്മുടെ റോഡ് അത്ര നല്ല റോഡല്ലായിരുന്നു. ഒരിടയ്ക്ക് ഒരു 2-3 വർഷമായിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഈ വഴി നേരെയാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കട്ട കയറി മോസ്റ്റ് അവസ്ഥയായിരിക്കും. ഇപ്പം വഴി കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ വളവെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് മോസ്റ്റായിട്ട് നല്ല വയലും, പണ്ട് റീൽസ് എല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ്, ആ വയലിൽ ഇറങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ ഗൈസ്. ഇപ്പം നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈങ്കിളി ആ പങ്കം വരുന്നുണ്ട്, കുഞ്ഞാറ്റി ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അടിച്ചു വരുവാണ് കേട്ടോ റോഡ് ഫുള്ളും. അപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുട ചൂടാട്ടോ. അപ്പോൾ ഇവർ ഓൾറെഡി കുടയെല്ലാം ചൂടിയിട്ടുണ്ട്, ഞാൻ മാത്രമാണ് കുട ചൂടാത്തത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുട ചൂടാം. ഗായ്സ്, ഇപ്പം റോഡിൻ്റെ 2 സൈഡും ക്ലീൻ എല്ലാം ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മോസ്റ്റായി നടക്കുന്നുണ്ട്. മമ്മ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ വേഗം വരണം എന്നുള്ളത്. പക്ഷെ നല്ല ആൾക്കാരോട് മമ്മ പറഞ്ഞത്. ഇപ്പം തന്നെ കണ്ടില്ലേ, അവിടെ ഇവിടെ നോക്കി നിൽക്കലാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം എന്തായാലും നടക്കാം. ഈ വഴിക്ക് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഗായ്സ്. ഇപ്പം ഈ വഴിക്ക് ഞാൻ നടന്നു വന്നത് ലാസ്റ്റ് ഞാൻ NSS ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ NSSൻ്റെ ഒരു പ്രോഗ്രാം വന്നിട്ട് നമ്മുടെ മാനികാവിൻ്റെ സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ NSSൻ്റെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിക്കാണ് കേട്ടോ നടന്നു വന്നത്. അല്ലാതെ പിന്നെ നമ്മൾ മാനികാവ് അമ്പലത്തിൽ പോകുമ്പോൾ ഈ വഴിയായിരിക്കും അധികം ഓട്ടോ പോകുന്നത്. പിന്നെ നമ്മുടെ ചൂതുപാറ ബസ് പോകുന്ന റൂട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഈ റൂട്ടിലാണ് ഭയങ്കര ലോങ്ങാ. ഇതൊരു ഷോർട്ട് കട്ട് ആയതുകൊണ്ട് അധികം ഓട്ടോക്കാരും ഈ വഴിക്കായിരിക്കും അധികം പോകുന്നുണ്ടാവുക. പക്ഷെ ഇപ്പം നമ്മുടെ റോഡൊക്കെ നേരെ ആക്കിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ വഴിക്ക് നടക്കുന്നത്. വീണ്ടും നമ്മുടെ വെയിൽ വന്നിട്ടുണ്ട്. കുട മടക്കി വെക്കും, വെയിൽ വരും. ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ ഗായ്സ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നോക്കി വീടിൻ്റെ സൈഡിൽ നല്ല രസമുള്ള കുറേ തുമ്പിപ്പൂക്കളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസം, എനിക്ക് ഈ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ അതിൻ്റെ ഓറഞ്ചും യെല്ലോയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് വലിയ പൂക്കളാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. അത് തന്നെ. പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ സീസണല്ല, ഈ ചിലരൊക്കെ ഇവിടെ പേരയ്ക്ക വരച്ച് കഴിക്കുന്ന കാഴ്ചയാണ് ഇല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാ നമുക്ക് നടക്കാം കേട്ടോ ഗായ്സ്. ഇപ്പം നല്ല വെയിലെല്ലാം വന്നിട്ടുണ്ട്. ഇവർ 2 പേരുമാണ് എൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ്. എന്താ പറയുക, മടുത്തോ നിങ്ങളാരെങ്കിലും? ഇല്ലല്ലോ. വിശക്കുന്നുണ്ടോ? എനിക്കും വിശക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്.
ഇനിയിപ്പം നമ്മളവിടെ എത്തി. നോക്ക് ഗൈസ്, നല്ല രസമുണ്ട്. ഇതേ വള്ളിപ്പാലേൻ്റെ ഫ്ലവേഴ്സാണ് കേട്ടോ ഇത്. എന്ത് രസമല്ലേ കാണാൻ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. വാ, ആദ്യമുണ്ട് നമുക്ക് അരണേനെ കാണാൻ ഗൈസ്. അരണോ ഓടി, അരണേനെ ഓടിച്ചു. ഇല്ല, അരണപുരാണ മറന്നു പോകും ഗൈസ്, ആൽസിമേഴ്സ് ആണ്. അതെ, കടിക്കാൻ വന്നാൽ മറന്നു പോകുന്നാണ് പറയുന്നത്. വാ, ഇത് എവിടെ ഇഷ്ടം പോലെ നമ്മുടെ തുമ്പിപ്പൂക്കളാണ് കേട്ടോ ഗൈസ്. നോക്ക്, മോസ്റ്റ് നമ്മുടെ തുമ്പിപ്പൂക്കൾ എന്ത് രസാ. എന്റെ കൊടേന്റെ കളറാട്ടോ. അത് ചീത്തയാവാനായതാണോ അങ്ങനെ അറിയില്ല, റെഡ് കളർ പോലെ കളറ്. എന്ത് രസല്ലേ ഈ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ. വാവ്, എനിക്കിതെല്ലാം പറിച്ചോണ്ട് പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓണത്തിന് വരവേൽക്കാൻ വേണ്ടി പൂക്കളെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയിനിട്ടത്. അത് മുഴുവൻ കൊളായിപ്പോയി. അതിനൊക്കെ എന്താ ചെയ്യും, എങ്ങനെ കെട്ടണ്ടേ അത് അപ്പൊ കുഞ്ഞാറ്റി മോസ്റ്റ് ആയിട്ട് എനിക്ക് കെട്ടിത്തരാൻ കേട്ടോ. നമ്മള് കെട്ടുമ്പോ കേട്ടോ. അതെ, അത് കത്രികയും കൊണ്ട് എന്തെങ്കിലും മുറിക്കുമ്പോ അത് മമ്മേന്റെ ആണ്. അത് അമ്മ, അത് വേണ്ട, നമ്മുടെ വീഡിയോ ഉണ്ടാവും. അങ്ങനെ എന്റെ കയ്യില് അവൻ മോസ്റ്റ് ആയിട്ട് ഒന്നും കൂടി ചെയിൻ കെട്ടി തന്നിട്ടുണ്ട്. ഇതാ കൊട എന്റെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് നടക്കാം. നിറം വെച്ചു കിനാവിൽ നിന്നും കിനാവിലേക്ക് കിളിയെ പോലെ പറന്നുയർന്നു. മനോഹരം ഈ അനുഭൂതികളിൽ തഴുകി തലോടി നിന്നു. എല്ലാരും ജലജയ നടക്കാണ് ഗൈസ്. താമസം ഉണ്ടോന്നൊന്നും അറിയത്തില്ല. എന്തായാലും കുറെ വീടും കുറെ പൂക്കളും കുറെ വഴികളും എല്ലാം എന്താ നമ്മള് നടന്ന് നടന്ന് ആ വയലിന്റെ ഒരു സൈഡിലതാ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ആ വയലിന്റെ വഴിയോരത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ അത്ര ഒരു രസം, ആ ഒരു ഭംഗി എനിക്കിപ്പോ തോന്നുന്നില്ല കേട്ടോ. അന്ന് നല്ല രസമായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു എല്ലാം കാണാൻ. പക്ഷേ ഇപ്പം അതൊന്നും കാണുന്നില്ല ഗൈസേ. മോസ്റ്റായിട്ട് കണ്ടില്ലേ. എന്തായാലും നന്നായിട്ട് മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നടക്കാം ഗൈസേ. നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. വാവ്, അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് നോക്കാം. വാവ്, നല്ല രസമല്ലേ ഗൈസ്. പക്ഷേ അന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇവിടേക്ക് ഇഷ്ടംപോലെ പുല്ലായിരുന്നു. പുല്ലിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് റീൽസ് ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ കാർമേഘങ്ങൾ. ഇപ്പം മഴ പെയ്യൂ കേട്ടോ. അപ്പം ഞാൻ വന്ന അവിടെ കണ്ടത് ഈ മരമാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. ചെറിയൊരു തണൽമരമാണ്. അത് ഈ കുഞ്ഞി അരുവിൻ്റെ അടുത്ത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പം നമ്മുടെ അരുവിൻ്റെ കളകളാരവല്ലേ, അതെ, അതിങ്ങനെ മോസ്റ്റായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം അവിടെ വീഴാൻ പോകുന്നു. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ അരുവി എനിക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷേ മമ്മ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത് കാരണം നമുക്കിപ്പം ഇറങ്ങാനുള്ള ടൈമൊന്നുമില്ല. ആ വന്ന മഴ ഞാൻ പോയി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല രസമുണ്ട്. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ പുല്ലായിരുന്നു ആദ്യം. അത് അവരൊക്കെ വെട്ടിയും തോന്നുന്നു. അപ്പോഴായിരുന്നു കൂടുതൽ ബ്യൂട്ടിഫുൾ. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിനെ കൊണ്ടിട്ടാലോ. ഞാൻ സ്വന്തം ചത്തോളാം. ഉന്തിയിട്ട് കൊല്ലാൻ ഞങ്ങൾക്ക് രസമുള്ളൂ. വേറെയാണ് കേട്ടോ. അതന്നെ. അപ്പം മോസ്റ്റായിട്ട് നല്ല രസമുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഗൈസ്, വേഗം നമുക്ക് പോവാം. അങ്ങനെ നമ്മുടെ അരുവിനോട് എല്ലാം ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ മോസ്റ്റായിട്ട്. അപ്പോൾ വന്ന മഴ അതുപോലെ തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. വാവ് ഗൈസ്, നല്ല രസമുള്ളൊരു ഫ്ലവർ നിങ്ങൾ കണ്ടോ? അത് നല്ല രസമല്ലേ. ഓ, ഇതൊരു കൊടംപുളീൻ്റെ മരമാണ്. ഇഷ്ടം പോലെ ദേ കൊടംപുളി
എൻ്റെ ദൈവമേ, മോസ്റ്റായിട്ട് നോക്ക് എന്തോരം കുടംപുളിയാ വീണ് വെറുതെ പോയേക്കുന്നേന്ന്. ആ വീട്ടുകാരുടെ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും നോക്ക്, ഇഷ്ടംപോലെ കുടംപുളികളുണ്ട് കേട്ടോ. വാവ്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. മോസ്റ്റായിട്ട് കുടംപുളി ഇട്ട മീൻകറിയൊക്കെ കഴിക്കാൻ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. കാരണം അത്രയ്ക്ക് വിശക്കുന്നുണ്ട്. ഇതെന്ത് മരാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം നമുക്കിനി ഒരു ചെറിയ കയറ്റാണ് കയറാനുള്ളത്. 2 ഗൈസുകൾ ഇതേ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കയറ്റം കയറിയിട്ട് മോസ്റ്റായിട്ട് നടക്കുകയാണ് കേട്ടോ. അയ്യോ ഗൈസേ, നന്നായിട്ട് മടുത്തു. അത്യാവശ്യം വലിയൊരു കയറ്റമായിരുന്നു അത്. അവർ പുറകിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് മുമ്പോട്ടേക്ക് നടക്കാം കേട്ടോ. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പുറത്തെ കുന്നിലേക്ക് നല്ല വെയിലും. അമ്മേ, സ്വഭാവമാറ്റാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതേ സ്വഭാവം മനുഷ്യർക്ക്. ചില മനുഷ്യന്മാരുടെ സ്വഭാവമാണ് ഈ കാലാവസ്ഥ. പീപ്പിൾ ചേഞ്ചസ് ലൈക്ക് അത്. യെസ്, അത് തന്നെ. അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. നടക്ക്. മഴയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെയില്, പിന്നെ വെയിലും മഴയും. ആ രണ്ടും കൂടി. പിന്നെ ഒന്നുമില്ല. പിന്നെ മനുഷ്യർ കുട എടുത്ത് വെക്കുമ്പോഴാണ്. ഞാൻ ഈ കുട മടക്കാൻ കണ്ടോ, ഞാൻ ഈ കുട മടക്കി ഇപ്പൊ നോക്കി വേണമെങ്കിൽ വെയിൽ വരും. ഇത് മടക്കുക, തുറക്കുക, ഇത് തന്നെ പണി. തന്നെ പണി. ആകാശം അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഈ പ്ലേസ് ഞാൻ ആദ്യമേ അന്ന് നടന്നു വന്ന അവിടെ നിൽക്ക് പങ്ക, നീ മാറ. പ്ലേസേ അല്ല. എന്നെ മര്യാദ എടുക്കും. വേറൊരു ടൈപ്പ് എന്താ പറയാ, ഒരുപാട് മാറിയില്ല. അങ്ങനെ ഇതാ നമ്മൾ നടക്കുകയാണത്. കുട ചുരുക്കിയിട്ടുണ്ട്. ഇനി ഇപ്പം വെയിലും അല്ലെങ്കിൽ ഒന്നെങ്കിലും മഴ. അങ്ങനെ ചെറിയൊരു ഇളംകാറ്റെല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാം കാറ്റോ? ഓലല്ലേ? അതെ അതെ, ഓല. അങ്ങനെ നമ്മളിതാ ഗൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഭാഗ്യത്തിന് മഴയില്ല, വെയിലുമില്ല. ഈ ഒരു ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നന്നായിട്ട് ആവി എടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട് മോസ്റ്റായിട്ട്. ഗൈസേ നോക്ക്, മോസ്റ്റ് എടുത്താൽ വീണ്ടും വെയില്. എന്ത് പറയാനല്ലേ, എനിക്കൊന്നും പറയാനില്ല. സ്വഭാവം, പ്രകൃതിൻ്റെ സ്വഭാവം 24 ഹവേഴ്സും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ മോസ്റ്റായി നടക്കുകയാണ്. എന്തായാലും ഞാൻ എന്താ കുടയെല്ലാം ചൂടിയിട്ടാണ് നടക്കുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? എന്തായിരുന്നു എല്ലാവർക്കും സ്പെഷ്യൽ? നിങ്ങൾ ഈ ബുഷ് കണ്ടോ? ഈ ബുഷിനെ പറ്റി ഒരു പാട്ടുണ്ട് കേട്ടോ. മോസ്റ്റ് പാട്ടാണ്. ബുഷിനെ പറ്റി ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞതാ. ആന്ധ്രമേമിയും മമ്മയൊക്കെ മോസ്റ്റായിട്ട് പണ്ട് പാടുന്ന പാട്ടാട്ടോ. ഞാൻ പാടിത്തരാത്. പാട് 1 2 3 സ്റ്റാർട്ട്. പാടട്ടെ? ആ, പാട്. 1 2 3 ഗോ. ബുഷ് ബുഷ് ബാട്ട, ആട്ടയോ? ബാട്ട. പിന്നെ എന്തായിരുന്നു വേറെ ഒന്നും കൂടെ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ലിറിക്സ്, അധികം മറന്നുപോയി. അന്താ ബുഷ് ഇന്താ ബുഷ്. ആ ബുഷും ഈ ബുഷും. ഇപ്പം എന്നെ വീട്ടില് വിളിക്കുന്നത് ബുഷ് 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 എന്നാണ് എന്നെ വിളിച്ചോണ്ട്. അമ്മയൊക്കെ എന്നെ ശ്രീകുട്ടാന്ന്, ശ്രീകുട്ടി അങ്ങനെയൊക്കെ വിളിക്കുന്നത്. ശ്രീകുട്ടീന്ന് കസിൻസ് എല്ലാരും വിളിക്കും കേട്ടോ. കുട്ടാന്ന് വിളിക്കുന്നത് അമ്മച്ചിയും മേമിമാരൊക്കെയാ. അപ്പോൾ അവര് വിളിക്കുമ്പോൾ മേമി ഇങ്ങനെ പാടുവാണല്ലോ, ബുഷ് ബുഷ് ബാട്ട, അന്താ ബുഷ് ഇന്താ ബുഷ്, ശ്രീകുട്ടൻ എന്താ ബാട്ട എന്ന് പറയും. വെച്ചിട്ട് പാടും. ബുഷ് ബുഷ് ബാട്ട, അന്താ ബുഷ് ഇന്താ ബുഷ്, കുഞ്ഞാറ്റ എന്താ ബാട്ട. അങ്ങനെ വെച്ചിട്ട് ബുഷ് ബുഷ് ബാട്ട, അന്താ ബുഷ് ഇന്താ ബുഷ്, ബാട്ട. അതിന്റെ ഇടയ്ക്ക് ഒരു ലിറിക്സ് ഉണ്ട്, അത് മറന്നുപോയി. അപ്പൊ എനിക്ക് ബുഷ് കണ്ടപ്പോ ആ പാട്ടാണ് ഓർമ്മ. ഞാൻ ഇത്രേ നാളും ഞാൻ ഈ ലോകത്തേക്ക് ജനിച്ചു വന്നിട്ട് ഞാൻ ഇപ്പഴാ അറിയുന്നത്. ഇപ്പഴറിഞ്ഞില്ലേ? ആ, അത് മതി. അപ്പൊ അത് കള്ളക്കളിയല്ല. ഇത്രയും നാള് ഞാൻ ഉണ്ടായിട്ട് ഞാൻ ഇപ്പഴാണ് അതിനെ പറ്റി അറിയുന്നത്. കുഞ്ഞാച്ചിക്ക് അറിയായിരുന്നു, എന്നാലും എന്നോട് പറയാതിരുന്ന ഭയങ്കര മോശമായി പോയി. വാറ്റി എന്നോട് പറയുന്നത് ഭയങ്കര മോശമായി പോയി. തീരെ ശരിയായില്ല അത്. നിങ്ങൾ ഇത് ഫ്ലവർ ആണോ അതോ എന്തെങ്കിലും കായാണോ എന്ന് അറിയത്തില്ല. വീട്ടുകാരുടെ അടുത്ത് ഇപ്പൊ തല്ല കിട്ടുമെന്ന് പറയത്തില്ല. നല്ല രസമുണ്ട് കേട്ടോ. അത് എന്തെങ്കിലും ഫ്ലവർ ആണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വളവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂതുപാറ എന്ന് പറഞ്ഞ പ്ലേസില്ലേ, അങ്ങനെ ചൂതുപാറ എന്ന് പറഞ്ഞ പ്ലേസ് എത്തും. വാവ്, ഇതൊരു ടൈപ്പ് ക്ലൈംബർ അല്ലേ? ആണോ? എന്തോ ഒരു പേരുണ്ട് അതിന്.
ആ ഓടുമുല്ല, അവരുടെ ഇപ്പൊ ഓടുമുല്ലയാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അപ്പൊ ദാ നമ്മൾ നടക്കാണ് ഗൈസ്. ഓടിക്കറിയതാണോ എന്നാ കരി പറഞ്ഞ ഇഷ്ടം. ഇതേ ഒരു ഒടിയൻ ഇരിക്കുന്ന അവിടെ. ഞാൻ അപ്പൊ നമ്മുടെ ഒടിയനെ വേഗം ഓർമ്മ വന്നു കേട്ടോ പൂച്ചക്കുട്ടിനെ കണ്ടപ്പോൾ. നിങ്ങളെ കണ്ടോന്ന് എനിക്കറിയില്ല. ഇത് ഹോമിയോപ്പതി സർക്കാർ മാതൃക ഹോമിയോപ്പതി ഡിസ്പെൻസറി കോളേരി. വാവ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഹോമിയോപ്പതി ഡിസ്പെൻസറി ആണ് കേട്ടോ. അല്ലടാ, ചെറിയ ക്ലിനിക്കൊക്കെ പോലെയില്ലേ. അങ്ങനെ ദാ നമ്മൾ ചൂതുപാറ എത്താനായി. ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ ചൂതുപാറ എത്തി. അങ്ങനെ നമ്മളിതാ ചൂതുപാറ എന്ന് പറഞ്ഞ പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ടൊഡി നിങ്ങൾ കണ്ടില്ലേ, അങ്ങോട്ട് പോകണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കള്ളിൻ ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ മെലസ്ട്രോമേൻ്റെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. നിറച്ച് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്. അങ്ങനെ അതാ നടന്ന് നമ്മൾ മോസ്റ്റായിട്ട് ചൂതുപാറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചൂതുപാറ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് നിങ്ങൾ നേരെ കാണുന്ന ആ വലിയ ആൽമരമാണ് കേട്ടോ. അപ്പം നല്ല രസമുള്ളൊരു ആൽമരമാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് വേഗം പോവാം ഗൈസ്. അപ്പോൾ ദേ രണ്ടുപേരും അവിടെ നമ്മളെ നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്ലേസിലെത്തി. ഇവിടെ ഒറ്റ കട ഇന്ന് തുറന്നിട്ടില്ല കേട്ടോ. എന്താ ഇവിടെ ഷോപ്പൊന്നും തുറക്കാത്തേ? ഇവിടെ കടകളെന്താ തുറക്കാത്തേ? ഓ മൈ ഗാഡ്. അപ്പോൾ ദാ ആ വ്യക്തികളെ നിങ്ങൾക്ക് കാണണ്ടേ ഗൈസ്. ഇതാണ് ആ വ്യക്തികൾ, അവശയും അമ്മേ. അപ്പോൾ ഇവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നടന്ന്. അപ്പം നിങ്ങൾക്ക് ആൽമരമൊക്കെ കാണണ്ടേ. മോസ്റ്റ് ആയി മടുത്തു അമ്മേ. ഇവിടെ ഇരിക്കാം കേട്ടോ ആദ്യം കുറച്ച് നേരം ഗൈസ്. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരുന്നതാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ട് ആൽമരത്തിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ. അല്ലെങ്കിൽ നല്ല രസമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കൂളായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള എയർ എല്ലാം ആയിരിക്കും. അപ്പോൾ പങ്ക് നമ്മുടെ കൊടേനോട് യുദ്ധമാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാനൊക്കെ ഇവിടെ ഉണ്ട്. അമ്മച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം ഗൈസ്. നല്ല രസമുള്ള ഇളങ്കാറ്റുകളെല്ലാം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫ്രഷ് ആവും നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഗൈസ്. ഇപ്പോൾ നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഒരു ചെറിയ കട. എൻ്റെ കട ഭയങ്കര ഇഷ്ടമായി. ചേട്ടൻ എന്നെ തല്ലി ഓടിക്കുമെന്ന് അറിയില്ല. പക്ഷെ നമുക്കിത് ഫോൺ നോക്കാം കേട്ടോ. നമ്മളത് പറയുമ്പോൾ കുമ്മട്ടി എന്ന് പറയും. ഇത് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. കട വർക്കിംഗ് ആ. ചേട്ടാ ഫുഡ് കഴിക്കാൻ വരാൻ തോന്നുന്നു. അത് തന്നെ. അപ്പോൾ അവരവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ആൽമരമൊക്കെ ഫുള്ളായി കാണാം. അതെടുക്കാം. ആൽമരം കാണിക്കുക. ഇവിടെ നല്ല പൊട്ടാ മുഴുവൻ കിട്ടുള്ളൂ. ഹായ്, ഇവിടെ തിരിയേ. ഓക്കെ ഗായ്സ്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനല്ല, മമ്മയും അമ്മച്ചിയും കുഞ്ഞാത്തിയും പൈങ്കിളും എല്ലാവരും നമ്മുടെ കുടയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പോവാറുന്ന പോലെ നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലേസ് ഇത്രേ ഉള്ളൂ. പിന്നെ ഇതാ അതിലേക്കൂടെയും നമ്മുടെ അതായത് ഈ റൂട്ടിലേക്കൂടെയും മാനികാവിലേക്ക് പോവാം, ഈ റൂട്ടിലേക്കൂടെയും മാനികാവിലേക്ക് പോവാൻ. അങ്ങനെ 2 റൂട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൂടെ പോയാലും മാനികാവ് എത്തും. അതാ ഇഷ്ടം പോലെ ആലിലകളെല്ലാം വീണിട്ടുണ്ട് കേട്ടോ ഇവിടെ. വാവ് ഗായ്സ്, മോസ്റ്റ് ആയിട്ടുള്ള ആലിലയാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. നല്ല യെല്ലോയിഷ് കളറുള്ള ആലിലയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ നമ്മുടെ ആൽമരത്തിൻ്റെ ചോട്ടിൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ കുമ്മട്ടി, അതുപോലെയുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് കുമ്മട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, 1, 2, 3 കുമ്മട്ടി ഉണ്ട്. അല്ലാതെ നമ്മൾ നേരത്തെ പോയത് ഇതാ അവിടെയായിരുന്നു. പിന്നെ ഇപ്പം ബസ് വരും തോന്നുന്നു. അവരൊക്കെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതാ നമ്മുടെ ആൽമരത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ ഉള്ളത്. നമുക്കിവിടെ വേണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കാം, നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതാ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. അപ്പം നമ്മുടെ ബസ്സാന്ന് തോന്നുന്നു കേട്ടോ, അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ബസ് വരുന്നുണ്ടോയെന്ന്. ഗൈസ് അപ്പം ഒരു ഓട്ടോ ആണ് കേട്ടോ ആദ്യം വന്നത്. നമ്മുടെ ബസ്സിൻ്റെ സൗണ്ട് പോലെ എനിക്ക് തോന്നി.
ആ തോന്നുന്നു കേട്ടോ വരുമായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലേസ് കണ്ടില്ലേ, ആ ഒരു പ്ലേസ്, അവിടെ നമ്മുടെ കുഞ്ഞുണ്ണി വോളിബോൾ എല്ലാം കളിക്കാൻ വേണ്ടി വരുന്നൊരു പ്ലേസാണ്. അവിടെ വെച്ച് ഒരുപാട് മാച്ചസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അപ്പം ബസ്സിനെ ഇതുവരെയും കണ്ടില്ല, നമുക്കിനി തോന്നിയതാണോന്നും അറിയില്ല. എൻ്റെ കൈസ ഒരു വലിയ മഴ വരുന്നുണ്ട്, നമ്മുടെ ചീവീടുകളെല്ലാം കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ബസ് വരുന്നത്, ഇവിടെ നിന്നാണോ ബസ് വരുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്ലേസിൽ നിന്നാണ് നമ്മുടെ ബസ് വരുന്നതെന്നാണ് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. വാവ് ഗായ്സ്, അപ്പം നമ്മുടെ ശ്രീവിനായിക എന്ന് പറഞ്ഞ ബസ്സാണ് കേട്ടോ വരുന്നത്. മോസ്റ്റായിട്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ. ഈ ബസ് ഇപ്പം മീനങ്ങാടിക്ക് പോയിട്ട് ഇനി കേണിച്ചിറക്കാണ് കേട്ടോ മോസ്റ്റായി പോകുന്നത്. വാവ്, ഇതാ വന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ ബസ്സിനെ? അപ്പം ഇറങ്ങാനുള്ളവർ ഇറങ്ങുന്നു, കയറാനുള്ളവർ കയറുന്നു നമ്മുടെ ബസ്സിൽ. അപ്പോൾ ഈ റൂട്ടിൽ കൂടി ശ്രീവിനായകയുണ്ട്, സെബാനുണ്ട്, അങ്ങനെ കുറച്ച് ഒരു 3-4 ബസ്സുകളെല്ലാം ഉണ്ട് കേട്ടോ. അരമണിക്കൂർ വെച്ചിട്ടാണ് നമ്മുടെ ബസ് പോകാൻ വരികയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നോക്കി നിൽക്കുമ്പോൾ ബസ് കാണില്ല കേട്ടോ. അപ്പം നമ്മുടെ ബസ് ഇതാ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ബസ് പോകും. അങ്ങനെ ഈ ബസ് നമ്മുടെ മാനിക അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. കറക്റ്റ് നമുക്ക് ഈ ബസ്സിൽ കയറിയാൽ അവിടെ ഇറങ്ങാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ റൂട്ടും ഈ റൂട്ടും ഉണ്ട്. ഏത് റൂട്ടിൽ കൂടെ പോയാലും അമ്പലത്തിലെത്താം. ഗായ്സ്, ഇപ്പം നമ്മുടെ അടുത്ത പരിപാടി ചിക്കൻ വാങ്ങാൻ പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പ്ലേസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചിക്കൻ സ്റ്റാൾ ഉണ്ട് കേട്ടോ, അല്ലേ മമ്മ? അപ്പം നമ്മളെല്ലാവരും കൂടെ പോയിട്ട് ഇനി ചിക്കൻ എല്ലാം വാങ്ങണം, കണ്ട് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. വിശന്നിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താ പറയാ, തീർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ വാങ്ങാം. കൊച്ചു നമുക്ക് എല്ലാ സ്ഥലവും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണാണ് കുഴപ്പല്ലേ? അയ്യോ മതി. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. അങ്ങനെ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവാം കേട്ടോ ഗൈസ്. ഇത് കണ്ടില്ലേ, ഇവിടെ മോസ്റ്റായിട്ട് വലിയൊരു മരമുണ്ട് കേട്ടോ. വാഗയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ആദ്യം ചിക്കൻ സ്റ്റാൾ ഓപ്പൺ ആണോ എന്ന്. ഐശ്വര്യമായിട്ടല്ല ഇല്ലേ മമ്മേ? ഓ വാവ്, ചിക്കൻ സ്റ്റാൾ ക്ലോസ്, പ്ലാൻ നമ്പർ 125 ഫെയിൽ, ഖത്തം ഹോ ഗയാ ഗൈസ്. അപ്പം ഇനി ഒന്നുമില്ല പരിപാടി, ഇവിടുന്ന് വേഗം വീട്ടിലേക്ക് പോവാ. മാറിക്ക് പങ്ക പോവാ. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ മരം. അപ്പൊ നമ്മൾ നടക്കാണ്. ഇതാലാ? ആ അതേലോ ആലുണ്ടാവുന്ന. അതെന്താ അങ്ങനെ അല്ലേ? ഇതേ കാറ് വരുന്നുണ്ട്, ആർക്കറിയാം. അപ്പം നമ്മളിനി ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോവാ. പോകുന്ന വഴിക്ക് ചിക്കൻ എല്ലാം വാങ്ങണം. അപ്പം നമുക്ക് നടക്കാം കേട്ടോ. ഗൈസ്, ഇപ്പം നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഇപ്പം വരും. അപ്പം നമ്മൾ ഈ കടയിലേക്ക് ജസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. വാങ്ങുന്നുണ്ട് കേട്ടോ. മമ്മ എന്താടാ വാങ്ങിയേ? എന്ത് ഓയിലാ? ഓയിൽ എന്തോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വാങ്ങട്ടെ ഗൈസ്. നമുക്ക് മോസ്റ്റ് ആയിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യണ്, മഴ പെയ്യണ്, മഴ തെന്നി തെന്നി പായണ്. ഹോ ബാരിഷോ. ഗൈസ്, അപ്പം നമ്മുടെ മഴ മോസ്റ്റായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല മഴേൻ്റെ ഒരു ഇത്. അപ്പം അതൊക്കെ ഈ വെള്ളത്തിലേക്ക് വീഴുന്ന വെള്ളത്തുള്ളിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തോരാണ്. അപ്പം ഞാൻ എന്താ നിന്ന് മഴ നനയാണ്. എന്താ അപ്പം നോക്ക്, നമ്മൾ മോസ്റ്റായിട്ട് അവിടെ നിന്ന് ഓട്ടോ വന്നു കേട്ടോ. ഗൈസ്, ഇപ്പം നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ കുട എന്ത് ചെയ്താലും ചുരുങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കാം. എല്ലാവരും കാറിൽ പോകുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിക്കുട്ടനും കുട്ടിമണിയും ലൈക്ക് എല്ലാവരും കരയുന്നുണ്ട്. നമ്മുടെ പൂച്ചപ്പിള്ളേർ എല്ലാവരും വന്നിട്ടുണ്ട്. ആ മീശ വരുന്നുണ്ട്. മീശുട്ടി. അപ്പം നമുക്ക് പോവാം.
എൻ്റെ ഗൈസേ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവര് ഫ്രണ്ടിൽ നടക്കുകയാണ് കേട്ടോ, അമ്മയും അമ്മച്ചിയും. നമ്മുടെ കൊളക്കരയിൽ ആരും ഇരിപ്പുണ്ട്. ആ നമ്മുടെ മീശയാണ് കേട്ടോ. മീശുട്ടി നമ്മുടെ ഓറിയോതാ കൈനകൊക്കെ ഷാർപ്പിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓറിയോ ബാ കുട്ടിമണി ലൈക്ക് എല്ലാരും കരയുന്നുണ്ട് കേട്ടോ. കുട്ടുവേ എന്താണ് കുട്ടിയെ ഇഞ്ച ചെവിക്ക് സ്വൈരം തരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് കരയുന്നേ. കുഞ്ഞുകുട്ടാ എന്ത് കുഞ്ഞുകുട്ടാ എന്റെ ലൈക്കുട്ടി ഇതാവാലായിട്ട് അവിടെ എന്നെ കരച്ചിലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഗൈസ്, പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഇനി ഇവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ, നമുക്കും എന്തെങ്കിലും കഴിക്കാൻ. നമുക്ക് പോവാം. ഗൈസ് ഇപ്പൊ നമ്മള് വീട്ടിലെത്തി. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അതുപോലെ ഇനിയിപ്പോ നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട്. അവന്മാരൊക്കെ കരയുന്നുണ്ട്. എന്താടാ അപ്പൊ വേഗം പോയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ലവ് യു സോ മച്ച്, ബൈ ബൈ ഗൈസ്. ഇത് നമ്മുടെ റൂബീൻ്റെ പുല്ലുകളാണ് കേട്ടോ ഇരിക്കുന്നത് കൊട്ടയിൽ.